കാഴ്ചയില്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചിതമല്ലാത്ത സാഹചര്യം മാത്രമാണ് അവരെ സംബന്ധിച്ച് പ്രശ്നം. അത് ആദ്യത്തെ കുറച്ച് നാളുകൾ 1-2 ദിവസം അവർക്ക് പ്രശ്നമായിരിക്കാം. പക്ഷേ തുടർന്ന് അവർക്ക് അവിടെ ജീവിക്കുന്നതിനും അവർ മറ്റുള്ള ആളുമായി ഇടപഴകുന്നതിനും അവർക്ക് യാതൊരു പ്രശ്നവും നേരിടുന്നില്ല. നമസ്കാരം, ഏവർക്കും ഹെലോ റേഡിയോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേയുടെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു അഭിമുഖമാണ്. നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് മുല്ലശ്ശേരി BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജോസ്ന മാർട്ടിനാണ്. ഒരുപാട് കാലമായിട്ട് കാഴ്ചയില്ലാത്തവരുടെ ലോകത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്. നമ്മളിൽ പലർക്കും അറിയാത്ത പല മേഖലകളിലേക്കും ഈ ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് ഈ സംഭാഷണം കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് ജനുവരി മാസം 4-ാം തീയതി ലോക ബ്രെയിൽ ദിനമാണ്. എല്ലാവർക്കും ലൂയി ബ്രെയിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താണ് ബ്രെയിൽ ലിപി എന്നോ അത് എത്രമാത്രം കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്നുണ്ടെന്നുള്ളതോ അങ്ങനെയൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് റെസ്പെക്റ്റഡ് ജോസ്ന മാർട്ടിനെ ഹെലോ റേഡിയോ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മാം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കാഴ്ചയുള്ളവരുടെ ലോകത്ത് നിന്ന് കാഴ്ചയില്ലാത്തവരുടെ ഒരു ലോകം കൂടി അറിയുന്ന ഒരാളാണ്. അവരെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ബഹുമാനത്തോടു കൂടി ചോദിക്കട്ടെ, ലോക ബ്രെയിൽ ദിനം ലോകമെമ്പാടും ആചരിക്കണമെന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിർദ്ദേശമാണ്. തന്നെയല്ല, ആ കാഴ്ചയില്ലാത്തവരുടെ ലോകത്തിലേക്ക് സംഭാവനകൾ നൽകി കടന്നുപോയ മഹാനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് താങ്കളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കുറച്ചും കൂടെ അറിയാത്തവരിലേക്ക് അതെത്തും. മാം, എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്, ബ്രെയിൽ ലിപിയെക്കുറിച്ച് അറിയുന്നത്? ബ്രെയിൽ ദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക ലൂയി ബ്രെയിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഇന്നും നമ്മുടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത്. അപ്പോൾ 1809 ജനുവരി 4-നാണ് ലൂയി ബ്രെയിൽ ജനിക്കുന്നത്. ഫ്രാൻസിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി 4 ബ്രെയിൽ ദിനമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിച്ചു വരുന്നത്. അപ്പം അദ്ദേഹം 3 വയസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതോടുകൂടി സ്വാഭാവികമായിട്ടും അത്തരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. പാരീസിലുള്ള ഒരു വിദ്യാലയത്തിലാണ് അദ്ദേഹം ചേർന്നത്. അവിടെ പഠനം തുടങ്ങി. പക്ഷേ അന്ന് കാലഘട്ടങ്ങളിൽ അന്ധരായ വ്യക്തികൾക്ക് വായിക്കാനും എഴുതാനായിട്ടുള്ള വളരെ പ്രയാസം നേരിട്ടിരുന്നു. കാരണം ഓരോ അക്ഷരത്തിനും ഓരോ മരക്കട്ടകൾ ഉപയോഗിച്ചിട്ടാണ്, മരക്കട്ടകളിൽ കൊത്തിവെച്ച ലിപികളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് വായിക്കുക എന്നുള്ളത് വായനയെ പൊതുവെ മന്ദഗതിയിലാക്കുന്നതാണ്. കാരണം ഓരോ കട്ട കൂട്ടി വെച്ച് വായിച്ചു വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം സമയം വായനയ്ക്ക് വേണ്ടി സ്പീഡ് കിട്ടില്ല. അപ്പം അത് അദ്ദേഹത്തെ മാത്രമല്ല എല്ലാവരെയും ബുദ്ധിമുട്ടി. പിന്നെ ആ സമയങ്ങളിൽ ഒരു ഏകദേശം അദ്ദേഹം പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചാൾസ് ബാർബിയർ എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനെ പരിചയപ്പെടാൻ ഇടയാവുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പട്ടാളക്കാർക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാനായിട്ടൊരു സമ്പ്രദായം, വായനാ സമ്പ്രദായം കൊണ്ടുവന്നിരുന്നു. ചാൾസ് ബാർബിയറുടെ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ 12 ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സമ്പ്രദായം, സീക്രട്ട് കോഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ലൂയി ബ്രെയിനെ അത് പെട്ടെന്ന് തന്നെ സ്വാധീനിച്ചു, വളരെയധികം സ്വാധീനിച്ചു. തൻ്റെ ലോകത്തിലും തന്നെ പോലെയുള്ളവർക്ക് ഇതൊരു ഉപകാരപ്രദമാകുമല്ലോ എന്ന്. നമുക്ക് എപ്പോഴും ഇരുട്ടാണല്ലോ, അവരെ സംബന്ധിച്ച് അവർ ആ ഇരുട്ടത്ത് വായിക്കാനുള്ള ഒരു ആശയമാണ് രൂപീകരിച്ചതെങ്കിൽ എന്തുകൊണ്ട് കാഴ്ചയില്ലാത്തവരുടെ ലോകത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൂടാന്ന് ചിന്തിക്കുന്നു അല്ലേ? അതിന്റെ ഫലമായി അദ്ദേഹം പെട്ടെന്ന് തന്നെ 15-ാമത്തെ വയസ്സിൽ 6 ഡോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബ്രെയിൽ ലിപി രൂപീകരിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ചെന്ന് തന്നെ പറയാം. അപ്പൊ അത് അന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപയോഗപ്രദമായിരുന്നു. എങ്കിലും പൊതുസമൂഹം അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഈ ബ്രെയിൽ ലിപി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ അത് എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഭാഷകളിലും ലൂയി ബ്രെയിലിന്റെ ബ്രെയിൽ ലിപിയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണറ്റിക് അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു ലിപിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഷകൾക്കും ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഒരു സൈറ്റഡ് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു വായിക്കും. പക്ഷെ ബ്ലൈൻഡിനെ സംബന്ധിച്ച് അത് സ്പർശനത്തിലൂടെ മാത്രമാണ്. അപ്പൊ ആ സ്പർശനം
അവർ ശരിയായി ആ തുടക്ക കാലഘട്ടങ്ങളിൽ അത് ഇത്തിരി പ്രയാസം നേരിട്ടെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കും. കാരണം 6 ഡോട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ സ്പർശനം. അതായത് ഒരു സെല്ലിനകത്ത് 3 ഡോട്ടുകൾ താഴോട്ടും 2 ഡോട്ടുകൾ മുകളിലും, ആ രീതിയിലാണ് 6 ഡോട്ടുകൾ ഉപയോഗിച്ച് ഒരു സെല്ല് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സെല്ലിൽ വിരലുകൾ ഉപയോഗിച്ച് സ്പർശിച്ച് ഓരോ അക്ഷരങ്ങളും വായിക്കുക എന്നുള്ളത് തുടക്കത്തിൽ ഒരു കാഴ്ചപരിമിതിയുള്ള ആളെ സംബന്ധിച്ച് വളരെ പ്രയാസം ഉണ്ടായിരിക്കും. പരിശീലനത്തിലൂടെ അവർക്കത് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് എളുപ്പമായിരിക്കും. അപ്പോൾ 63 ക്യാരക്ടറുകളാണ് ഈ ബ്രെയിൽ ലിപിയിലുള്ളത്. ഓക്കെ. അപ്പോൾ ഓരോ അക്ഷരങ്ങളും എഴുതാനായിട്ടുള്ള ലിപിയുണ്ട്. പിന്നെ കോൺട്രാക്ഷൻസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ, അതായത് ഒറ്റ പ്രതീകം ഉപയോഗിച്ചിട്ട് ഒരു വലിയ വാക്കിന് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പൊ ആൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ AND എന്ന് എഴുതാം. അതേസമയം ബ്രെയിലിൽ അത് കുത്തുകൾ ഉപയോഗിച്ച് ഒറ്റ സെല്ലിൽ എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയും സ്പേസ് കുറയും. ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ട് നമ്മൾ കോൺട്രാക്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പല വാക്കുകൾക്കും ഷോർട്ടായിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കാം. അതാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ കുട്ടികൾ ചെറുപ്പം മുതൽ നമ്മൾ ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കാഴ്ചപരിമിതിയുള്ളവരുണ്ട്, അതോടൊപ്പം കാഴ്ചപരിമിതിയിലേക്ക് എത്തുന്നവരുണ്ട്. ഏത് പ്രായത്തിലാണെങ്കിലും ഈ ബ്രെയിൽ ലിപി പരിശീലിച്ചെടുക്കാവുന്നതാണോ, അതോ ചെറുപ്പകാലത്തിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ടോ? ഏറ്റവും നല്ലത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. കാരണം അവരുടെ ആശയവിനിമയം നടത്താൻ ഏറ്റവും എളുപ്പം ചെറുപ്പത്തിൽ തുടങ്ങുന്നതായിരിക്കും. പിന്നെ പ്രായം കൂടി വരും തോറും പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. കുറച്ച് നാളത്തെ അതിന് ശേഷം ബ്രെയിൽ ലിപി ആർക്ക് വേണമെങ്കിലും നമുക്ക് സൈറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കായാലും പ്രാക്ടീസിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. ഒരു കാഴ്ചയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധാരണ പുസ്തകം വായിക്കുന്നത് പോലെ ബ്രെയിൽ ലിപി വായിച്ചെടുക്കാവുന്നതാണ്. പരിശീലനത്തിലൂടെ അത് സാധ്യമാണ്. ജോസ്ന മാം, അപ്പോൾ നമ്മൾ ഏതൊരു ലിപിയാണെങ്കിലും നമുക്ക് ഒരുപാട് ലിപികൾ ഉണ്ട് പഠിച്ചെടുക്കാനായിട്ട്. അതിൽ തന്നെ ഇപ്പോൾ ബ്രെയിൽ ലിപിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു തുടക്കം എങ്ങനെയാണ്, അതെങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത്? അതിലെ വാക്കുകൾ, അതിലെ ലിപികളിലെ അത് സെറ്റ് എന്താ അതിന് പറയുന്നത്, കോഡുകളോ ഡോട്ടുകളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ തുടക്കം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ബ്രെയിൽ ലിപിയിൽ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് അത് തുടക്കക്കാർക്ക്? ബ്രെയിൽ ലിപി എഴുതുന്നത് ബ്രെയിൽ സ്ലേറ്റ് ഉണ്ട്, അതിൽ സ്റ്റൈലസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ സാധാരണ എഴുതുന്നത് പോലെ അല്ല, വലത്തുനിന്ന് ഇടത്തോട്ടാണ് ബ്രെയിൽ ലിപി എഴുതുന്നത്. എന്നിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് നമ്മൾ വായിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. മറച്ചു പിടിച്ച് നല്ലൊരു പ്രാക്ടീസ് വേണം. കാരണം വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നത് പോലെ അല്ല. എഴുതിയതിനു ശേഷം പേപ്പർ മറച്ചു പിടിച്ച് എംബോസ്ഡ് ആയിട്ടുള്ള ഭാഗം സ്പർശിച്ചു നോക്കിയിട്ടാണ് കാഴ്ചപരിമിതിയുള്ളവർ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ആദ്യത്തെ A to J വരെയുള്ള അക്ഷരങ്ങൾ 1, 2, 4, 5 ഈ ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡോട്ടുകളുടെ കൂടെ 3ാമത്തെ ഡോട്ട് കൂടി ചേരുമ്പോൾ അടുത്ത 10 അക്ഷരങ്ങൾ വരും. പിന്നെ 6ാമത്തെ ഡോട്ട് ചേരുമ്പോൾ അടുത്ത അക്ഷരങ്ങൾ വരും. അങ്ങനെയായിട്ടാണ് നമ്മൾ ഈ അക്ഷരം ക്രമീകരണം പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും കുട്ടികൾക്ക് ഈ അലൈൻമെന്റ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഡോട്ടുകളെ പരിചയപ്പെടുത്തും, സെല്ലുകൾ, പിന്നെ വായിക്കാനായിട്ടുള്ള പരിചയം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്രെയിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും സ്കൂളിലൊക്കെ പോയി തുടങ്ങുമല്ലോ. അപ്പോൾ അവർക്ക് സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കേട്ടുള്ള പരിചയം മാത്രമാണ്. A എന്ന വാക്ക് അവിടെ പറയുമ്പോൾ അവർക്ക് ഉച്ചരിക്കാം, A എന്ന് കേട്ട് ഉച്ചരിക്കാം. പക്ഷേ A എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് അവരറിയണമെങ്കിൽ അവർക്ക് ഈ ബ്രെയിൽ ലിപി അറിഞ്ഞേ പറ്റുള്ളൂ. മറ്റു വാക്കുകളിലൊന്നും തൊട്ട് നോക്കി അറിയുന്നതല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ 4 വയസ്സിന് മുൻപേ ഇവരെ ബ്രെയിൽ ലിപി പഠിപ്പിക്കണമോ, അതോ ഇവർ തുടർ പഠനം നടത്തുന്ന സമയത്ത് തന്നെയാണോ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അതിനാണോ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായം അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് കുട്ടികളെ എഴുതാനായിട്ടൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്നത്. സ്കൂളിലെത്തുമ്പോഴാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് ഒരു കുട്ടിയെ കയ്യിലെടുത്ത് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായും കാഴ്ചയില്ലാത്തൊരു കുട്ടിയുള്ള വിദ്യാലയത്തിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ത് തന്നെയായാലും അവിടെ ബ്രെയിൽ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം ആ കുട്ടിക്ക് ആശയവിനിമയം നടത്താൻ, പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണമെങ്കിലൊക്കെ ബ്രെയിൽ ലിപി വളരെ അത്യാവശ്യമാണ്. കാഴ്ചപരിമിതിയുള്ളവർക്ക് കേൾവിശക്തി ഉണ്ടെങ്കിൽ
നമുക്ക് സാധാരണ ക്ലാസ് റൂം അവർക്ക് വളരെ ഉപകാരപ്രദമാണ്. സാധാരണ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പഠിപ്പിക്കുന്ന പാഠഭാഗം ആ കുട്ടിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധിപരമായ വെല്ലുവിളികളും കാഴ്ചപരിമിതമായ കുറവുകളും ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയും. കാഴ്ചപരിമിതിയും അതിനോടൊപ്പം മറ്റു തര പരിമിതികളും കൂടെ വരികയാണെങ്കിൽ അത്തരം കുട്ടികൾക്കാണ് നമ്മൾ പാഠഭാഗം ലഘൂകരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. കാഴ്ചപരിമിതി മാത്രമുള്ള കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് പാഠഭാഗത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തേണ്ടതില്ല. സാധാരണ സിലബസ് അനുസരിച്ച് അവർക്ക് അത് തുടർന്നു കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പഴയ കാലഘട്ടത്തിൽ നമ്മൾ ചരിത്രമൊക്കെ മുൻപ് ഒരുപാട് കാലം പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ കാഴ്ചപരിമിതിയുള്ള ആളുകളെയൊക്കെ തന്നെയും വളരെ അവഗണിക്കുന്ന ഒരു സ്വഭാവവിശേഷത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകളുടെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ വന്നു പോയതാണ് എന്നുള്ള ഇതിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് അവർ ഈ പറയുന്ന യാചകരായിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുടെ വളർച്ചയ്ക്ക് കാരണമായത് എനിക്ക് തോന്നുന്നു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം വരുത്താനായിട്ട് ഈ ബ്രെയിലി ലിപിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് അറിവിൻ്റെ ലോകത്തേക്ക് മറ്റെല്ലാവരെയും പോലെ കടന്നു ചെല്ലാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ ജോസ്ന മാമിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെയും അവർക്ക് വേണ്ടിയുള്ള പാഠഭാഗങ്ങൾ ഈ ബ്രെയിലി ലിപിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. NCERT അത് ഒരുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം മറ്റു കുട്ടികളെക്കാൾ ഉയരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ സഹായിക്കുന്ന ഈ ലിപി ഇന്നും അറിയാത്ത കുട്ടികൾ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് അവർക്ക് ഇത് ആവശ്യമില്ല, അവർ കേട്ട് പഠിച്ചാൽ മതി, അങ്ങനെ നിർബന്ധ ബുദ്ധിയോടുകൂടി കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ടോ അതോ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്യിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അത് ഒരു കാഴ്ച പരിമിതിയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൽ ലിപി വളരെ അത്യാവശ്യമാണ്. കാരണം അവർക്ക് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണല്ലോ ഏറ്റവും വലിയ കാര്യം. തൻ്റെ ആശയങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. പക്ഷേ വേറൊരു കാര്യത്തെക്കുറിച്ച് അറിയാനോ തൻ്റെതായ ആശയങ്ങൾ സ്വന്തമായി എഴുത്തിലൂടെ പ്രകടിപ്പിക്കണമെങ്കിലൊക്കെ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം നേരിടുക. അപ്പോൾ ആ കുട്ടിക്ക് പരമാവധി ബ്രെയിൽ ലിപി ഏറ്റവും നല്ലത്, ഏറ്റവും അനുയോജ്യമായത് ബ്രെയിൽ ലിപി പഠിക്കുക എന്നത് തന്നെയാണ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ, അതായത് ചില കുട്ടികളുടെ വിഷൻ മാക്സിമം ഉപയോഗിക്കുക എന്ന് ഡോക്ടേഴ്സ് പറയും. അതായത് അവരുടെ വിഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ വിഷൻ കുറഞ്ഞു പോകുന്ന ചില കുട്ടികളുണ്ട്. ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ട്, നല്ല കാഴ്ചക്കുറവുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ബ്രെയിൽ ലിപി ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ ഡോക്ടേഴ്സ് പറയുന്നത് കുട്ടിയുടെ കാഴ്ചനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ബ്രെയിൽ ലിപിനേക്കാളും കൂടുതലായിട്ട് കുട്ടിയെ വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. സൈറ്റഡ് ലാംഗ്വേജ് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുട്ടിയുടെ പ്രായപൂർത്തി കടന്ന് കുറച്ചും കൂടിയും പ്രായത്തിലേക്ക് കടക്കുമ്പോൾ കാഴ്ച നന്നായി കുറയുകയാണെങ്കിൽ ആ സമയത്താണ് കുട്ടി അത്തരം പ്രശ്നങ്ങൾ നേരിടുക. അപ്പോൾ ബ്രെയിൽ ലിപി ഒരുമിച്ച് പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ പലതരം ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിന് വളരെയധികം പ്രയാസം ഇല്ലാത്ത ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. തീർച്ചയായും ലൂയി ബ്രെയിൽ എന്ന് പറയുന്ന ആളുടെ ആ സംഭാവന തന്നെയാണ് ടെക്നോളജീസിലേക്ക് കടക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത്രയും എന്തായാലും ഒരു 2 നൂറ്റാണ്ടിനിപ്പുറവും അവർക്ക് അത് അറിവിന്റെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന പുസ്തകങ്ങളായിട്ട്, എഴുത്തുകളായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. തൊട്ടു നോക്കി ആ ഉയർന്നു നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, ആ ഡോട്ടുകൾ തന്നെയാണ് അതിന്റെ ആ ഒരു എങ്ങനെയാണ് അത് പഠിക്കുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കതെല്ലാം ചുമ്മാ ഒരു ഡോട്ട് മാത്രമായിരിക്കും. അവരെ സംബന്ധിച്ചത് വലിയൊരു അറിവിൻ്റെ ലോകമാണ്. ഇപ്പോൾ ജോസ്ന മാം പറഞ്ഞതുപോലെ തന്നെ കാലം മാറിയപ്പോൾ ഒരുപാട് സ്ക്രീൻ റീഡിങ്ങും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് ആപ്പുകളൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എഴുത്ത് പഠിക്കേണ്ടതില്ല, കീബോർഡ് ടൈപ്പ് ചെയ്യാൻ പഠിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ്. അത്തരം ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ടോ അതോ നമ്മൾ ഒരുമിച്ച് പോവുകയാണോ? ഈ ലിപിയും ഈ സാങ്കേതിക വിദ്യകളും ഒരുമിച്ച് പോകുന്ന ഒരു സമയത്തിലൂടെയാണോ പോകുന്നത്? ഇപ്പോൾ സാങ്കേതിക വിദ്യയിലേക്ക് ബ്രെയിൽ ലിപി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനും ബ്രെയിൽ ലിപി പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തം കയ്യിലുള്ള ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അത് പഠിക്കാവുന്നതാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും പഠിച്ചെടുക്കാം. അതേപോലെ വായിക്കാനും ചെയ്യും. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ ബ്രെയിലിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരുന്ന ടെക്നോളജികളും ഇപ്പോൾ ലഭ്യമാണ്. ബ്രെയിലിൽ
ടൈപ്പ് ചെയ്ത് ബ്രെയിൽ തന്നെ പ്രിന്റ് വരുന്ന അതും നിലവിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ അതെ ബ്രെയിലിൽ പ്രിന്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ നമ്മളെ സംബന്ധിച്ചൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ടെക്നോളജികളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിലിൽ എംബോസ് ചെയ്ത് നിൽക്കുന്ന, അതായത് ബ്രെയിൽ എംബോസർ എന്നാണ് പറയുക, ബ്രെയിൽ ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ, ബ്രെയിൽ എംബോസറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് ബ്രെയിൽ ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ. ഇപ്പോൾ തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് ബ്രെയിൽ പ്രസ്സുകൾ ഉള്ളത്. അവിടെയാണ് ബ്രെയിൽ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് 1 മണിക്കൂറുകളിൽ 1000-ന് മുകളിൽ ബ്രെയിൽ ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുന്ന പ്രസ്സുകളാണ്. അപ്പോൾ വളരെ വേഗം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ അത് സാധിക്കുന്നുണ്ട്. സമഗ്ര ശിക്ഷ കേരളയിൽ തന്നെ നമ്മൾ സാധാരണ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബ്രെയിൽ ബുക്കുകൾ, അതുപോലെ ലാർജ് ടെക്സ്റ്റ് ബുക്ക്, ലാർജ് പ്രിന്റർ നോട്ടുകൾ, അതായത് സാധാരണ ഒരു കുട്ടി പഠിക്കുന്ന അതേ വിഷയങ്ങൾ ഇവർക്ക് ബ്രെയിൽ ലിപിയിൽ പുസ്തകങ്ങൾ വരും. അതേ ടെക്സ്റ്റ് ബുക്ക് നമ്മളിപ്പോൾ NCERTയുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ബ്രെയിൽ ബുക്കുകൾ ലഭ്യമാണ്. അപ്പോൾ അത് നമ്മുടെ സാധാരണ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സമഗ്ര ശിക്ഷയുടെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാർജ് പ്രിന്റ് ടെക്സ്റ്റുകൾ, അതായത് അക്ഷരങ്ങൾ വളരെ വലുപ്പത്തിലാക്കിയിട്ടുള്ള, അതായത് ലോ വിഷൻ കുട്ടികൾക്കൊക്കെ ചെറിയ അക്ഷരങ്ങളൊക്കെ നോക്കി വായിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ലാർജ് പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. പിന്നെ ഓരോ BRCകളിലും ബ്രെയിലി കിറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ 18 BRCകളാണുള്ളത്. 18 BRCകളിലും നമ്മൾ ബ്രെയിൽ കിറ്റ് ഉണ്ട്. അത് റിസോഴ്സ് സെൻ്ററുകളായതുകൊണ്ട് അവിടെ നമ്മൾ ഓരോ BRCകൾക്കും ബ്രെയിൽ കിറ്റുകളാണ്. അതിനകത്ത് ബ്രെയിൽ സ്ലേറ്റ്, സ്റ്റൈലസ്, ബ്രെയിൽ ടൈപ്പ് ചെയ്യാനുള്ള പേപ്പറുകൾ, പിന്നെ മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാത്സായിട്ട് ചെയ്യുക അവർ ടൈലർ ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഫ്രെയിമിനകത്താണ് മാത്സ് ചെയ്യുക. ആ ഫ്രെയിം ഉണ്ടായിരിക്കും. പിന്നെ ഗണിതത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ടതാണ് അബാക്കസ്, പിന്നെ സ്പർവീൽ എന്ന് പറയും, അവർക്ക് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സ്പർവീൽ. അങ്ങനെ കുറച്ച് അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കിറ്റ് എല്ലാ BRCകളിലും സമഗ്ര ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമുക്കിപ്പം സ്കൂൾ ടൈം എന്ന് പറയുന്നൊരു ടൈം ഉണ്ടല്ലോ, ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് കുട്ടികളെ കിട്ടുന്ന ഒരു സമയം അപ്പോൾ എപ്പോഴായിരിക്കും? നമ്മളെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ വിദ്യാലയത്തിൽ ആ കുട്ടിയോടൊപ്പം ആ കുട്ടിയുടെ ക്ലാസ്സിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സെപ്പറേറ്റ് ആവശ്യം വരും. അത്രയും സെപ്പറേറ്റ് പ്രാക്ടീസ് കൊടുക്കണം. ഇപ്പോൾ ബ്രെയിലൊക്കെ പ്രത്യേകം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം തന്നെ കൊടുക്കണം. ക്ലാസ്സിലിരുത്തി നമുക്ക് സാധാരണ ക്ലാസ് റൂമുകളിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഓരോ കുട്ടിയുടെയും നിലവാരവും ഓരോ കുട്ടിയുടെയും പഠന രീതിയും അനുസരിച്ചായിരിക്കും ഓരോ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കുട്ടീനെ കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ സമയം നമ്മൾ ക്ലാസ് ടീച്ചറോടൊപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കുട്ടിയുടെ ഒപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. കുട്ടിയുടെ നിലവാരത്തിനും കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ഉണ്ടെങ്കിൽ കുട്ടിയെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മാതാപിതാക്കളുടെ സപ്പോർട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ്? എപ്പോഴും അവർ പലപ്പോഴും സാധാരണയിൽ കവിഞ്ഞ് അവർക്ക് ഒരു ഊർജ്ജം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാഴ്ചയുള്ളവരുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ മികവോടുകൂടി അവരുടെ ആശയവിനിമയ ശേഷിയാണെങ്കിലും അവർ പുറത്ത് നടക്കുന്ന കാര്യമാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസമാണെങ്കിലും നമുക്ക് പോലും മാതൃകകളാണ് അവരൊക്കെ. അപ്പോൾ പിന്നോട്ടടിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് കിട്ടാതെ പോകുന്ന ചില ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം. മാതാപിതാക്കളും ഈ കാര്യങ്ങളിലൊക്കെ അവയർനെസ് ഉള്ളവരാണോ? അവരും കൂടുതൽ കുട്ടികളെ എങ്ങനെയൊക്കെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലെത്താനായിട്ട്? എങ്ങനെയാണ് മാമിന് തോന്നുന്നത്? ഒരു കാഴ്ചയില്ലാത്തൊരു കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മാതാപിതാക്കൾ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. പിന്നെ ആ ഒരു സ്റ്റേജിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെയും അധ്യാപകരുടെ ഒരു കടമയാണ്. പിന്നെ മാതാപിതാക്കൾ അംഗീകരിച്ചു തുടങ്ങുന്നത് സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ്. അവർ അതിനെ അംഗീകരിക്കാനായിട്ട് കൂടുതലും പരിശ്രമിക്കുക. കാരണം വിദ്യാലയത്തിലേക്ക് പോയി തുടങ്ങുമ്പോഴാണ് കുട്ടിയുടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. കാഴ്ചയില്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചിതമല്ലാത്ത സാഹചര്യം മാത്രമാണ് അവരെ സംബന്ധിച്ച് പ്രശ്നം. അത് ആദ്യത്തെ കുറച്ച് നാളുകൾ 1-2 ദിവസം അവർക്ക് പ്രശ്നമായിരിക്കാം. പക്ഷേ തുടർന്ന്
അവർക്ക് അവിടെ ജീവിക്കുന്നതിനോ അവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനോ അവർക്ക് യാതൊരു പ്രശ്നവും നേരിടുന്നില്ല. പക്ഷെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലോകം എപ്പോഴും ഇരുട്ടിലാണ് എന്നുള്ളതാണ്, വളരെ ചെറുതാണെന്നുള്ളതാണ്. പക്ഷെ അവര് ഒരുപാട് വിശാലമായിട്ട് ചിന്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും നമ്മൾ കേൾക്കുന്നതിനേക്കാളും ആഴത്തിൽ അവർക്ക് കേൾക്കാനും സാധിക്കും. ഒരു വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ ഒരു തവണ അവർ ആ വ്യക്തിയുമായി ഇടപഴകിയാൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആളുടെ ശബ്ദവും ആളുടെ ചലനങ്ങളും തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷെ നമ്മൾക്കത് സാധിച്ചെന്ന് വരില്ല. കാരണം നമ്മൾ പലരെയും കാണുന്നു, ഒരു തവണ കണ്ട വ്യക്തിയെ മറ്റൊരു സാഹചര്യത്തിൽ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയണമെന്നില്ല, ശബ്ദം തിരിച്ചറിയണമെന്നില്ല, ആള് നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ നമ്മളെ അറിയണമെന്നില്ല, ആളുടെ ചലനങ്ങൾ, നടക്കുന്ന രീതി അതൊന്നും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ കാഴ്ച പരിമിതിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ നടത്തത്തിന്റെ സ്റ്റൈലിൽ നിന്ന് തന്നെ അവർ തിരിച്ചറിയും ആരാണ് എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഒത്തിരി അകലെ നിന്ന് സംസാരിക്കുകയാണെങ്കിലും കൃത്യമായിട്ട് അവർ തിരിച്ചറിയും. വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ശബ്ദമാണെങ്കിലും അത് എത്ര വർഷം കഴിഞ്ഞാൽ അവർ ഓർത്തെടുക്കാനായിട്ടും പരിശ്രമിക്കും. പിന്നെ അവർ ഒരുവിധം കാഴ്ചക്കുറവുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്. മാതാപിതാക്കളെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ നമ്മൾ മാതാപിതാക്കളെ പരമാവധി അവരെ ശക്തിപ്പെടുത്താനായിട്ടാണ് പരിശ്രമിക്കാറ്. കാരണം കാഴ്ചക്കുറവ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനൊരു തടസ്സമല്ല. അത് നമ്മൾ അവരെ ആദ്യം തന്നെ ബോധ്യപ്പെടുത്തി അവരെ സ്ട്രെങ്തൻ ചെയ്തു കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കും. പിന്നെ സാധാരണ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് വളരാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കുട്ടിയുടെ പിയർ ഗ്രൂപ്പിൽ ഈ പിയർ ഗ്രൂപ്പുമായിട്ട് ഇടപഴകാനായിട്ട് നമ്മൾ ആദ്യം അധ്യാപകരെയും പേരൻസിനെയും കുട്ടികളെയും നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരണം പിയർ ഗ്രൂപ്പിൻ്റെ തൻ്റെ സഹപാഠികളുടെ സഹകരണമാണ് ആ കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യം. ഒരു ക്ലാസ്സിൽ തൻ്റെ സഹപാഠികൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു സഹായം വളരെ അത്യാവശ്യമാണ്. പരിചിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ല. ആ ഒരു സഹപാഠികളുടെ സഹകരണവും അധ്യാപകരുടെ മനോഭാവവും ഈ കുട്ടിയുടെ വളർച്ചയെ വളരെയധികം മാറ്റമുണ്ടാവും, സഹായിക്കും. പിന്നെ പഠന കാര്യങ്ങളിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല. ചില കൺസെപ്റ്റുകൾ മാത്രമാണ് അവർക്ക് മനസ്സിലാകാനായിട്ട് പോവുള്ളൂ. ഇപ്പോൾ നിഴല്, വെളിച്ചം, കളറ് ഇതൊക്കെ പറയുമ്പോൾ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശയം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്തരം കൺസെപ്റ്റുകൾ നമ്മൾ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാലും അത് അവർക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അംഗീകരിച്ചേ പറ്റൂ. ആ ബോധ്യം അവരിൽ തീർച്ചയായിട്ടും അവരുടെ പരിമിതി എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലോട്ട് പോയി തുടങ്ങിയാൽ ഒരു 4 വർഷം കൊണ്ടൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ഈ ബ്രെയിലി ലിപിയും പഠിച്ചെടുക്കണമെങ്കിൽ അത്രയും സമയത്തെ ആവശ്യം വരുന്നുണ്ടോ, അത് അതിൽ കൂടുതൽ വരുന്നുണ്ടോ എഴുതാനും വായിക്കാനുള്ള ഒരു സമയം? ഇല്ല, സാധാരണ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ എഴുത്തും വായനയും പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ബുദ്ധിപരമായ കുറവ്, കാഴ്ച പരിമിതിയുടെ കൂടെ ബുദ്ധിപരമായ പരിമിതികളും കുറവുകളും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടി സമയമെടുക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും കാഴ്ചക്കുറവുള്ള കുട്ടി മറ്റു കുട്ടികളെക്കാൾ ഒരിക്കലും വ്യത്യസ്തനല്ല. കാരണം അതേ വികാരങ്ങളും അതേ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്നെ ഇത്തരമുള്ളവർക്കും ഉണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഒരു സഹതാപത്തോടു കൂടിയാണ് എല്ലാവരും നമ്മൾ അത്തരം ആളുകളെ കാണുന്നത്. പക്ഷെ ഒരിക്കലും അവര് സഹതാപം ആവശ്യപ്പെടുന്നില്ല. നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മുടെ സമൂഹത്തിന്റെയും ആവശ്യം. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ബ്രെയിലി ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിനും കിട്ടിയത് ആ മാതാപിതാക്കളുടെ ഒരു സഹകരണവും അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ഒരു സപ്പോർട്ടും തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഏറ്റവും അധികം 15-ാം വയസ്സിൽ തന്നെ ആ ഒരു ലിപി കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു ലിപിയിൽ തന്നെയാണോ ആധുനികതയിൽ നിൽക്കുന്നത്? അതിൽ കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളോ ഉണ്ടായിട്ടുണ്ടോ? അതോ അതേപടി തന്നെ തുടരുകയാണോ ചെയ്യുന്നത് മാറ്റങ്ങളില്ലാതെ? 1951 ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള നടന്ന ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഭാരതി ബ്രെയിൽ. കാരണം അത്രയും നാള് ഭാരതത്തിൽ ഒരു 11ഓളം തരത്തിൽ ബ്രെയിലെ ഉപയോഗിച്ചിരുന്നു. അതായത് ഓരോ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഓരോ ഏരിയകളിൽ ലോക്കലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ലാംഗ്വേജുകൾ അനുസരിച്ച്. പിന്നെ അത് ഒരുപോലെ ആക്കുകയും
ഭാരതി ബ്രെയിൽ എന്ന രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. എല്ലാ ഭാഷകളിൽ നിന്നും തർജ്ജമ ചെയ്തെടുക്കാവുന്ന വിധം അല്ലെ, ആ ഒരു ട്രാൻസ്ലേഷൻ ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും വലിയ ഒരു ഗുണപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാഴ്ച പരിമിതിയിലല്ല അവർ ഒരു പരിധിക്കും അപ്പുറത്തേക്കും സഞ്ചരിക്കുന്നത് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിക്കാണാറുണ്ട്. കാരണം റോഡിലൂടെ ആണെങ്കിലും നമ്മൾ ഒരു സഹകരണ മനോഭാവത്തോടു കൂടെ പലരും സമീപിക്കുമെങ്കിലും അത് പ്രതീക്ഷിക്കാതെ തന്നെ അവർ ബൈക്കിനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കാണാറുണ്ട്. എത്രത്തോളം അവരെ അത് സഹായിക്കുന്നുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വൈറ്റ് കെയിൻ ആണെങ്കിലും അവർക്ക് കിട്ടുന്ന പിന്തുണകളാണെങ്കിലും അതെവിടെയാണ് നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്? അത് സ്വാഭാവികമായിട്ട് ആർജിക്കുന്നതാണോ അതോ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കുന്നതാണോ? ഒരു കാഴ്ച പരിമിതിയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ നടത്തം, സഞ്ചാര രീതിക്ക് എന്തായാലും സാധാരണ മന്ദതയായിരിക്കും, രീതിയിലുള്ളതല്ല, മന്ദതയിലായിരിക്കാം. പിന്നെ അവർക്ക് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് തന്നെ നേരായ രീതിയിലൂടെ നേർവഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം മുന്നിലൊന്നും കാണുന്നില്ല. അപ്പോ മുന്നിലുള്ള തടസ്സങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ നമ്മള് ചെറുപ്പത്തിൽ തന്നെ അവർക്കൊരു സഞ്ചരിക്കുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. ഗേറ്റ് ട്രെയിനിങ് എന്നാണ് പറയുക. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള പരിശീലനം അത്യാവശ്യമാണ്. ഏറ്റവും അനുയോജ്യം വൈറ്റ് കെയിൻ ഉപയോഗിച്ചിട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് സേഫാണ്. യാത്രയിലുള്ള തടസ്സങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വൈറ്റ് കെയിൻ വളരെയധികം സഹായിക്കും. കാരണം പണ്ട് കാലത്ത് വൈറ്റ് കെയിൻ ഉപയോഗിച്ച് നമ്മൾ ആർച്ച് ഷേപ്പിലാണ് വൈറ്റ് കെയിൻ ഉപയോഗിച്ച് നടക്കുക. അപ്പൊ അത് ഉപയോഗിച്ച് നടക്കുമ്പോൾ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ തട്ടി ശബ്ദം ഉണ്ടാവുകയും ആ ശബ്ദം നോക്കി അവർ തിരിച്ചറിഞ്ഞ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു കാഴ്ചപരിമിതിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആദ്യം സൗണ്ട് അവര് ശ്രദ്ധിക്കും. അതിനുശേഷം സൗണ്ടുകൾ ഇടത്തു നിന്നാണോ വലത്തു നിന്നോ എവിടെ നിന്നാണ് സൗണ്ട് അത് നോക്കി ഇല്ലാത്തൊരു സമയം നോക്കി റോഡ് വൈറ്റ് കെയിൻ ഉപയോഗിച്ച് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വൈറ്റ് കെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം വ്യക്തികൾക്ക് നടന്നു പോകുന്നതിന്, സഞ്ചരിക്കുന്നതിന് മറ്റൊരു വ്യക്തിയുടെ സഹായം ആവശ്യമില്ല. സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം. ബസ്സിൽ യാത്ര ചെയ്യാനായാലും ഏത് വാഹനങ്ങളിൽ യാത്ര ചെയ്യാനായാലും നടന്നു പോകുന്നതിനും വൈറ്റ് കെയിൻ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാം. മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൈകളിൽ പിടിച്ചിട്ടായിരിക്കണം അവർക്ക് പോകുന്നത്. അപ്പൊ ആ വ്യക്തിയുടെ ചലനത്തിനനുസരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. വൈറ്റ് കെയിൻ ആവുമ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടെ പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇലക്ട്രോണിക് വൈറ്റ് കെയിനുകളും ലഭ്യമാണ്. ഇലക്ട്രോണിക് വൈറ്റ് കെയിൻ ഉണ്ടെങ്കിൽ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ അത് സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ അനുസരിച്ച് അവർക്ക് വഴിമാറി സഞ്ചരിച്ചു പോകാവുന്നതാണ്. ഓക്കെ, ശരി. എന്തായാലും ഈ കാഴ്ച പരിമിതരുടെ ലോകത്ത് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതും നമ്മുടെ സഹകരണ മനോഭാവം അവർക്ക് വേണമെന്നുള്ളതും കിട്ടേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ അവർക്ക് ഉയർന്നു പോകാമെന്നുള്ളതും മനസ്സിലാക്കിയെടുക്കാനായിട്ട് ലോക ബ്രെയിലി ദിനത്തിൽ ജോസ്ന മാർട്ടിനോടൊപ്പമുള്ള ഈ ഒരു സമയം ഞങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മാമിന് അറിയാവുന്നതിൽ നിന്ന് പറയാനുണ്ടെങ്കിൽ ശ്രോതാക്കളോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പറയാനുള്ളത്, കാഴ്ചക്കുറവുള്ളവർ അല്ലെങ്കിൽ കാഴ്ച തീരെ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ സഹതാപത്തോടെ ഒരിക്കലും കാണരുത്. കാരണം നമ്മുടെ സഹതാപം അവർക്ക് കൂടുതൽ സങ്കടത്തിലേക്കും വിഷമത്തിലേക്കും മാത്രമേ അവർ ജീവിതത്തെ കൊണ്ടുപോകുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിത്വം, മനസ്സിന് ഉടമകളാണ് ഓരോ വ്യക്തികളും. അതുകൊണ്ട് തന്നെ അവരിലുള്ള കഴിവുകളെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും നമ്മളെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ചെറുതായൊരു പരിമിതിയുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ളൊരു കുറവ്. പക്ഷെ ആ കാഴ്ചകൾക്ക് അപ്പുറം നല്ല സ്നേഹിക്കാനൊരു ഹൃദയവും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ സമൂഹത്തെ അംഗീകരിച്ചു വരണമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ കാണുമ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാം, നമ്മൾ ആവുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ള മെന്റാലിറ്റി അല്ല വേണ്ടത്, സ്വയം പര്യാപ്തരാക്കുക. അപ്പൊ അവരുടെ കുടുംബജീവിതങ്ങളിലായാലും അവർ നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതങ്ങളൊക്കെ നയിച്ചു കൊണ്ടുപോകുന്നവരാണ്. അത് പക്ഷെ പൊതുസമൂഹം അറിയുന്നില്ല. നമ്മൾ പൊതുവെ ഒരാള് വഴിയിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പാവം, അയ്യോ പാവം എന്നുള്ളൊരു മനോഭാവമാണ്. അതിനപ്പുറത്തേക്ക് അവർ വളരെ മനോഹരമായ രീതിയിൽ അവരുടെ മക്കളെയും അവരുടെ കുടുംബ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷകരമായ രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്തരം
ഇടുങ്ങിയ ചിന്താരീതികളെല്ലാം മാറ്റി നമ്മൾ സമൂഹം തുറന്ന രീതിയിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരണം. ഒരു കാഴ്ചക്കുറവ് ഒരു പരിമിതിയല്ല, അതിനപ്പുറം ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും അവർക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ അവർക്ക് ഈ ലോകത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു മനോഭാവം നമ്മുടെ പൊതുസമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ഒരു ലൂയി ബ്രെയിലിയോ ഹെലൻ കെല്ലറോ അതുപോലെ ഉയർന്ന രീതിയിൽ സമൂഹത്തിന് മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്ത് കടന്നു പോകുന്ന ഒരുപാട് കാഴ്ച പരിമിതിയുള്ളവരുടെ ലോകത്തിലേക്ക് തെളിച്ചമാകാൻ വെളിച്ചമാകാൻ സഹകരണ മനോഭാവത്തോടു കൂടി കാഴ്ചപരിമിതരെ കാണേണ്ടതുണ്ടെന്നുള്ളതും ലൂയി ബ്രെയിലിയുടെ ഈ ഒരു ദിനം കാഴ്ചപരിമിതരോടൊത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകളോടൊത്ത് സഞ്ചരിക്കാൻ സാധിച്ചതിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്ത മുല്ലശ്ശേരി BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജോസ്ന മാർട്ടിന് ഹെലോ റേഡിയോയുടെ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ അറിവുകളോടെ വീണ്ടും മറ്റൊരവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.